പിടിച്ചിട്ട് പോയാ അത് അവൾ അങ്ങനെ തന്നെ. ഈ പുറത്തിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ട് ഇനി ആരൊക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു ദൈവീകൃതി പറയാൻ വരണ്ട. നമ്മുടെ വീട്ടിന്റെ രീതി ഇങ്ങനെയാണ്. തുടങ്ങി വെച്ച എൻ്റെ കെട്ടിയോനാണ്. അങ്ങേര് മുറ്റത്തിരുന്നേ കഴിക്കുള്ളൂ. പട്ടിക്കൂടും അതും ഇതൊക്കെ തൂത്തും കഴിയും വൃത്തിയാക്കിയിട്ടൊക്കെ പിന്നെ വീടിനകത്ത് കയറാറില്ല. പിന്നെ ആള് വൃത്തിയായിട്ട് ഫ്രഷ് ആയിട്ടകത്ത് കയറുള്ളൂ. അതേ ശീലം ഞങ്ങളിൽ എല്ലാവരിലും വളർത്തിയെടുത്തു. ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയാണോ? പുള്ളിക്കാരൻ വെളിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും വെളിയിരിക്കണമല്ലോ. അങ്ങനെയല്ല, എന്തായാലും വെളിയിലിരിക്കുമ്പോൾ പിള്ളേരും പോയിരിക്കും. പിന്നെ ഞാനും പോയിരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ വെളിയിലിരുന്ന് തന്നെ കഴിച്ചും കുടിച്ചൊക്കെ തന്നെ ശീലമായി. അവധി ദിവസമാണെങ്കിലും പിന്നെ ചില ദിവസങ്ങളിൽ രാത്രിയിലും ഒക്കെ വെളിയിൽ തന്നെ നമ്മളിരുന്ന് കഴിക്കണേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മ അങ്ങനെ തന്നെ ആയി. എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പം എൻ്റെ അമ്മ അങ്ങനെ ആയി. അപ്പോൾ നമ്മൾ വെളിയിരുന്ന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അവളാ ആ അമ്മ വെളിയിരുത്തി കഴിക്കുന്നു, അവളെ അമ്മ വെളിയിരുത്തി കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും അവളെ അമ്മ എവളെ അമ്മ എന്നൊന്നും ഇല്ല കേട്ടാ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവിൻ്റെ മുൻപേ ഇരുന്നാണ് ഇതെല്ലാം നടക്കുന്നത്. എത്ര എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ്റെ അമ്മയാണത്. അപ്പോൾ ആ സ്നേഹം ആൾക്കുണ്ട്. അതാ ഈ നാട്ടുകാർക്കറിയാം, ചേട്ടൻ അറിയുന്നവർക്കറിയാം, ഞങ്ങൾക്കറിയാം, ബന്ധുക്കൾക്കറിയാം, ഒക്കെ അറിയാം. സുധീഷ്ണൻ്റെ അമ്മ തന്നെയാണ് പ്രയോറിറ്റി ഫസ്റ്റ്. കാരണം എത്രയെന്നൊക്കെ പറഞ്ഞാലും മനുഷ്യനെ പ്രസവിച്ച അമ്മയാണ്. അപ്പോൾ ആളുടെ മുൻപിൽ ഞാൻ എന്തായാലും ആരെയൊക്കെ മുമ്പേ ഒന്ന് മാറി കൊടുക്കാൻ ഒരു വിറം കൊണ്ടുവരണം. ആരെയൊക്കെ മുമ്പേ അഭിനയിച്ചാലും എനിക്ക് ആളിന്റെ മുമ്പേ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാം അവളെ അമ്മ എവളെ അമ്മ എന്നൊന്നും ഇല്ല. ഈ വീട്ടില് എല്ലാം ഒരുപോലെ തന്നെ. അമ്മമാരെല്ലാം ജോലിയും ചെയ്യും. ഇവര് അവിടുന്ന് പറക്കി ഇവിടെ കൊണ്ടിടുവേ. ഞാൻ ഇവിടുന്ന് പറക്കി അകത്ത് കയറ്റും. ഇവിടുന്ന് കയറ്റാനാണ് പാട്. കാര്യം ഇവർക്ക് 2 വയസ്സായവർക്കും ഇവിടുന്ന് കയറ്റാൻ പറ്റൂല. അമ്മ ആ പാത്രം കൊണ്ട് കമത്തി പോയി. എന്താടാ മക്കളെ? ആരെ വിളിക്കാൻ? 2 നോണ്ട് അവരൊക്കെ ചെയ്യണടാ. അതാണ്ട് അച്ചാമ്മ അമ്മാമ്മ അച്ചാമ്മയും അമ്മാമ്മയൊക്കെ ചെയ്യണടാ. എല്ലാരും ചെയ്യല്ലേ, അമ്മ മാത്രമല്ലല്ലോ. അതുകൊണ്ട് അച്ചാമ്മയും അവരെ നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ചേച്ചി പറഞ്ഞില്ല. ഞാനും കൂടെ പറക്കൊണ്ട് ഇട്ട് നോക്കട്ടെ, പെട്ടെന്ന് തീരട്ട്. പിന്നെ ഒരു കാര്യവും കൂടെ ഈ വേളയിൽ ഞാൻ പറഞ്ഞു നിർത്താം. നമുക്ക് പട്ടിക്കുട്ടന്മാരുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങളെ വീട്ടിൽ ഒരു വട്ടമെങ്കിലും വന്നിട്ടുള്ളവർക്കറിയാം ഇത്രയും പട്ടിയുള്ള വീടാണെന്ന്. ഞങ്ങൾ പറയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. കുരയുള്ളതൊഴിച്ചാൽ ഒരിടത്തു പോലും അവരുടെ വേസ്റ്റോ ഹെയറോ അങ്ങനെ തുടങ്ങി ഒരു സാധനങ്ങളും ഈ പറമ്പിലുണ്ടാവില്ല. കാര്യം ഞങ്ങൾ എന്നും തൂത്തുവാരി, രാവിലെയും വൈകുന്നേരം തൂത്തുവാരിയിട്ട് പട്ടികൾക്ക് സെപ്പറേറ്റ് ഡ്രെയിനേജ് ഉണ്ട്. അതിനകത്ത് അവരുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെങ്ങിന് വളമാക്കുമായിരുന്നു. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല വളമായിരുന്നു കേട്ടോ. നല്ല തേങ്ങ കിട്ടും. ഞാൻ എൻ്റെ ഓഫീസിലെ ഡയറക്ടറിന്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ അമ്മ അനിമൽ വേസ്റ്റ് മറ്റേ സൂവിൽ നിന്ന് വാങ്ങിച്ച് തെങ്ങിനിടൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വളമായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അങ്ങനെ ഞാൻ കുറച്ച് നാള് ഇവരുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് തെങ്ങിന് വളമാക്കിയിട്ടു. എന്തു തേങ്ങ കിട്ടിയെന്നറിയോ? അപ്പൊ സംഭവം നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് സിറ്റിയാണ്, നമുക്ക് അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. മഴ സമയത്ത് പണി കിട്ടും. അപ്പോൾ മഴ സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. വെയിൽ സമയത്ത് ഉണങ്ങി നല്ല വളമായിട്ട് കിടക്കും. പക്ഷെ മഴ സമയത്ത് പണി കിട്ടും. വേസ്റ്റ് എന്നിരുന്നിട്ട് തെങ്ങിന്റെ മേളിലിടും എന്നല്ല പറയണ, കഷ്ടപ്പെട്ട് നല്ല കുഴിയെടുത്ത് കുഴിക്കകത്ത് ഈ വേസ്റ്റ് ഇട്ട് പിന്നെ മണ്ണിട്ട് മൂടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചാണക ചോറിടും, പിന്നെ ചാമ്പലിടും, കരിയിലയിടും, അതിന്റെ മേളിൽ കരിയിലയിടും, ഉപ്പിടും, ഇങ്ങനെയൊക്കെ ചെയ്യും. എല്ലാം ചെയ്യുമെങ്കിലും നല്ല വളമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ പോലും മഴ സമയത്ത് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. അങ്ങനെ പിന്നെ ഡ്രെയിനേജിനകത്തിന് ഡിസ്പോസ് ചെയ്തിരിക്കും. അതിനൊക്കെ പിന്നെ എനിക്കിപ്പോൾ വയ്യ, സമയമില്ല. ഇനി ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഒന്നും കൂടി എല്ലാ തെങ്ങുകൾക്കും തടം പിടിച്ച് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ അതിനാ ഈ തെങ്ങിൽ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് നല്ല വളം ഇടണം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്രയും പട്ടിക്കുട്ടികളുള്ളവരാണെങ്കിൽ പോലും ഞങ്ങളുടെ വീടിന്റെ വൃത്തി തന്നെയാണ്. വീടിനകത്ത് ഒരു ഹെയറോ അല്ലെങ്കിൽ ഓരോ വീടുകളിൽ കാണുന്ന മാതിരി ഒന്നും ഞങ്ങളുടെ വീട്ടിൽ, പട്ടികളുള്ള വീടുകളിൽ കാണുന്ന മാതിരി ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല.
എന്റെ അലമ്പ് കാക്ക വന്നു. ഞാൻ വീഡിയോ എടുക്കുമെങ്കിൽ ഈ അലമ്പ് കാക്ക ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതോ എന്റെ ശത്രുവാണ് ഈ കാക്ക. അത് ഉറപ്പാ. അപ്പൊ നല്ല വൃത്തിയാണ് കേട്ടാ നമ്മുടെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെളിയിൽ ഇതൊന്നും കഴിക്കാം. കറണ്ട് ചെയ്തില്ലേ? അയ്യോ ശക്കടി പക്കടി കൊണ്ട് നോക്കട്ടെ. ആ തുക്കുട് പൂതം തട്ടിപ്പോയി പൂത. എറണാകുളത്തുള്ളവരാണ്. തേയിലേ തേയില തേയിലേ തേയിലേ. അയ്യപ്പ തേയില തേയില. ജോലി ചെയ്ത് തളർന്നു പോയി. അപ്പൊ ഇത്തിരി തേയില കുടിക്കാൻ കരുതി. ഇനി ഇത് കാണുന്നവര് പറയും അമ്മയ്ക്ക് ഇതേണ്ട സ്റ്റീൽ ഗ്ലാസ് പിടിയുള്ള ഗ്ലാസ് കൊടുക്കാതാ അമ്മയ്ക്ക് സ്റ്റീൽ ഗ്ലാസ് കൊടുത്ത് നമ്മൾ രണ്ടുപേരും പിടി ഗ്ലാസ്സിൽ കൊടുത്തെന്ന് പറയും കേട്ടാ. പറഞ്ഞു തരാമേ, ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ പിടിയുള്ള ഒരു ഗ്ലാസ് തരട്ടെ അമ്മ. സിമ്പിൾ. ഇടയ്ക്ക് ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കൊടുത്തപ്പോ കുറെ പേര് വന്ന് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് പിടിയുള്ള ഗ്ലാസ് കൊടുത്തുകൂടെ, സ്റ്റീൽ ഗ്ലാസ് അമ്മയ്ക്ക് പിടിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ ഞാൻ അങ്ങനെ തീരുമാനിച്ച് ഈ ഗ്ലാസ്, ഇത് നന്ദപ്പന്റെ ഗ്ലാസ് ആയിരുന്നു, ഇത് അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ച് അതിൽ ചായ കൊടുത്തപ്പോ കുടിക്കൂല. അമ്മ പറഞ്ഞ അമ്മയുടെ ഗ്ലാസ്സിൽ മതിയെന്ന്. അമ്മയ്ക്ക് അങ്ങനെയാണ്. നമുക്ക് ചിലവർക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ, നമ്മൾ അതൊന്നും തിരുത്താൻ നിൽക്കാതെ പോകുന്നതാണ്. ഒക്കൂല. അത് ചിലവരുടെ ഇഷ്ടങ്ങള്. മോസ്റ്റ് വീട്ടിലും നടക്കുന്ന പ്രശ്നം അതാണ്. അതായത് ഇപ്പൊ എനിക്കൊരു ഇഷ്ടം ഉണ്ടാവും, ഞാൻ എന്റെ ഇഷ്ടത്തെ മറക്കണം എന്ന് മറ്റൊരാൾ എന്നിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത്. നേരെ മറിച്ച് എന്റെ ഇഷ്ടം മറ്റേ ആൾക്ക് അവൾ എന്തു പാടോ അടിക്കട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മര്യാദയുള്ള ഇഷ്ടങ്ങളാണെങ്കിൽ കണ്ണടയ്ക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പലതും കണ്ണടയ്ക്കുന്നോണ്ടാണ് എനിക്ക് സമാധാനമുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത്, എനിക്കറിയാം ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിരുന്നു ഈ ഗ്ലാസ്സിൽ കമന്റ് വരും, അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഗ്ലാസ് കുടിക്കണില്ലേ, അവർക്ക് അങ്ങനെ കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. എനിക്കറിയാം അത്, കാരണം ഞാൻ ഇത് കുറെ കണ്ടതായി കമന്റ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. അവസരം പറ്റുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഓർത്തോർത്ത് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ ദോ വന്ന് കാക്ക കണ്ട, ദോ വന്നു. എന്തൊരു കാക്കയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഇത് എടുക്കുമ്പോ മാത്രം ഈ കാക്ക ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ചിരി വരണം. എന്റെ ധീരരോധന അവർക്ക് ആ പോണല്ലേ. വെറുതെ അല്ലേ ഇവര് കല്ലും കൊണ്ട് നടക്കണം. അവര് കല്ലും കൊണ്ട് നടക്കും കേട്ടാ ഒരു കാക്കയുടെ പറയെ. നിങ്ങളുടെ ശത്രു ആരുമാണത്? അത് തന്നെ. ഇവര് കല്ലും കൊണ്ട് നടക്കണാണ് എന്റെ പിറകെ. ഓക്കെ, അപ്പൊ നമ്മള് വിറകത കണ്ടോ ഫുള്ള് പറക്കി കയറ്റി കേട്ടാ. ഇനി ഇവിടെ ഈ ബാക്ക് സൈഡ് ഫുള്ള് വൃത്തിയാക്കാനുണ്ട്. ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്ക് സൈഡ് വൃത്തിയാക്കാം. എന്നിട്ട് ലാസ്റ്റ് ഫുള്ളി വീഡിയോ കാണിക്കാം. ഇല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോ. അപ്പൊ നിങ്ങൾക്കും കണ്ടോണ്ടിരിക്കാം. അങ്ങനെയൊന്നുമില്ല. എല്ലാരും പറയണേ 20-30 മിനിറ്റ് ഇട്ടിട്ട് കുറഞ്ഞു പോയി എന്നാ പറയണേ. കുറച്ചും കൂടി വേണ്ടേ? ചായ മതി. ഉച്ചക്കല്ലല്ലോ അമ്മ, വൈകുന്നേരം അല്ലേ ചായ? 2 മണി കഴിഞ്ഞിട്ടല്ലേ ചായ ഇടുള്ളൂ. ചായ എനിക്ക് ചോറ് വേണ്ട.
ഓക്കെ. അപ്പൊ രാത്രി മാത്രം മതി. ശരി രാത്രി ഒരു നേരം മാത്രം തിന്നും, മരുന്നും തിന്നു. ശരി. അപ്പൊ ഈ രാവിലെ രണ്ടോട്ടം കഴിച്ചതാ? രാവിലെ കഴിച്ചില്ല. അമ്മ ഇന്ന് രാവിലെ കഴിച്ചില്ല. അമ്മയാണ് കഴിച്ചില്ലേ? ഞാൻ ഇന്ന് രാവിലെ കഴിച്ചില്ല. ഞാനിത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പിള്ളേച്ചൻ കള്ളം പറയണം. രാവിലെ ഒന്നും കഴിച്ചില്ല. അമ്മ ഒന്നുകൂടെ ഒന്ന് ആർത്തു വെക്കാണ്. ഞാൻ കഴിച്ചില്ലേ? അച്ഛനാണ് രാവിലെ സത്യമായിട്ട് ഞാൻ കഴിച്ചില്ല. അയ്യോ ഇന്ന കാലത്തോടെ സത്യം ചെയ്യലേ, എനിക്ക് ജീവിക്കണം. യോ ഒന്നും കഴിക്കാതിരുന്നു വേണം. വീട്ടിൽ ഒന്നും ലഭിച്ചില്ല. അടുപ്പില്ല, ഒന്നുമില്ല. പുട്ട് കഴിച്ചത് പോട്ട്. പഴങ്കഞ്ഞിയും അച്ചാറും കഴിച്ചതാര്? പഴങ്കഞ്ഞി ഇവിടെ വന്ന ചിലപ്പോ കുടിച്ച്. അപ്പൊ നേരത്തെ അമ്മയാണോ ദേവിയാണോ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ്? ഞാൻ ഒന്നും കഴിച്ചില്ല. വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചോളൂ. അല്ല അപ്പൊ താക്കോലിപ്പ് എവിടെ ഇരിക്കണ? താക്കോലിപ്പ് എവിടെ ഇരിക്കണ? താക്കോലിപ്പ് അവിടെ ഇരിപ്പുണ്ടല്ലോ. ഉണ്ടല്ലോ, വീട്ടിലുണ്ടല്ലോ. ശരിയല്ല മാറ്റിയതാ. ഇപ്പൊ ഇതിപ്പോ കുടിക്കണ എന്തിനാണ്? ഇത് കുടിക്കണുണ്ടല്ലോ. ക്യാമറ കണ്ണ് അമ്മ മിണ്ടാതിരിയമ്മ. അവര് പറയണത് വേറെ, നിങ്ങൾ പറയണത് വേറെ. ക്യാമറ കണ്ണുകൾ കള്ളം പറയില്ല. കുടിച്ചില്ല. അത് ഒന്ന് ഓർമ്മയില്ല. രണ്ട് ഇപ്പൊ ഏതോ ലോകത്ത് നിന്ന് രാവിലെ തൊട്ട് ബോധമില്ലാതിരിക്കില്ലായിരുന്നു. ഇപ്പഴല്ലേ അതെ ഇന്ന് രാവിലെ തൊട്ട് ഇച്ചിരി റിലേ ആയിരുന്നു. ഇപ്പോഴാണ് സെറ്റായത്. ക്യാമറ എടുത്തപ്പോഴാണ് ശരിയായ. അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ കാര്യമായിട്ട് പറയാം കേട്ടോ, അമ്മയുടെ ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ക്യാമറയാണെന്നാണ് തോന്നണേ. ഫോട്ടോ പിടിച്ചാൽ ശരിയാവും. പല അമ്മയുടെ നിർബന്ധങ്ങളും വാശികളും. ഞാൻ ഇതൊരു പാഷൻ ആക്കിയാലാന്ന് വിചാരിക്കണേ. ചില മരുന്നുകളാണത്, ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല. കാപ്പി ഇടാനും അടുപ്പില്ല, ഒന്നുമില്ല. എന്തിനു വേണം? ഷീറ്റാ? അപ്പൊ അവിടെ ഇട്ടിരിക്കുന്ന ഷീറ്റാ? ഓ അവിടെ കേരളന്റെ അടിയിൽ ഒരു ഷീറ്റ് കിടക്കുകയല്ലേ? അവിടെ ചവിട്ടി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് തീട്ടാ. അതമ്മ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഈ ചവിട്ടിയാണെങ്കിലും അതിനൊരു ചവിട്ടിയാണെന്നുള്ള ഇത് കൊടുക്കണ്ടേ? ഓ വെച്ചിക്കാനുള്ളായിരുന്നു. അത് വേറെ തരാം. ഈ പറഞ്ഞ കണക്ക് അത് മുഴുവൻ ചെളിയായില്ലേ? നമുക്ക് കഴുവാനെങ്കിലും പറ്റണ രീതിയിലാക്കണ്ടേ ഷീറ്റ്? അതെന്തോന്ന് ചെളി? ചെളി ചവിട്ടി കയറിയത്. ചെരിപ്പിട്ട് വാങ്ങിച്ചു കൊടുത്താലും ചെരിപ്പ്. ഇന്നെന്ത് പറ്റി ചെരിപ്പിട്ടിരുന്ന? ചെരിപ്പ് വാങ്ങിച്ചാൽ ചെരിപ്പിടൂല. എന്നിട്ടുള്ള ചെളി അത്രയും ചവിട്ടി അങ്ങ് കയറുമ്പോഴത്തേക്കും ഷീറ്റ് മുഴുവൻ ചെളിയാ. അപ്പൊ അത് കഴുകിയാലും വൃത്തിയാവാത്തോണ്ട് ചേട്ടൻ എടുത്ത് തീട്ട് കാണും. ഞാൻ ഇതാ ഇപ്പോഴാണ് അറിയാം. ഞാൻ ഇവിടെ ഇല്ലായിരുന്നില്ല, ആശുപത്രിയിലായിരുന്നില്ലേ. അതിനെടുത്ത് കളഞ്ഞോ? അവിടെ കിടന്ന ചവിട്ടി എടുത്ത് കളഞ്ഞോ? അത് ചെളി കഴുകാൻ പറ്റണില്ലല്ലോ. ഇനിയിപ്പോ പുതിയത് തരാം വേറെ. അപ്പൊ നമ്മളിനി വൃത്തിയാക്കിയിട്ട് വരാമേ. എല്ലാം കൂടെ കാണിക്കാൻ പറ്റൂല, ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോ. അല്ലെങ്കിൽ ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. ശരിയാ. ഇതിനകത്തുള്ള എല്ലാവർക്കും കാണണം, എല്ലാവർക്കും അറിയണം. പിന്നെ നമുക്ക് എല്ലാ വിശേഷങ്ങളും എല്ലാവരെയും കാണിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വീഡിയോ ലോങ് ആയിപ്പോ. അതുകൊണ്ടാണ് ഞാൻ പലതും ചുരുക്കണത്. കുറെ സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യും കേട്ടോ. വലിയ ലോങ് വീഡിയോ. കാര്യം ഞാൻ പറഞ്ഞില്ല, പ്ലാനിങ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി എടുക്കുമ്പോ വയറ് വീത്തൊന്നും കഴിച്ചില്ല എന്നും പറയണു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അമ്മ, പുട്ട് കഴിച്ചതാ? പുട്ട് കഴിച്ചില്ല, അത് പുട്ടല്ലേ? എത്തരമ്മ പുട്ടുപൂരം പോരെ? ഒരു കുറ്റി പോരെ? ഒരു കുറ്റി ഇല്ലേ? ആ ഒരു കുറ്റി ഉണ്ടായിരുന്നമ്മ, അത് പൊടിഞ്ഞു പോയതാണ്. തേങ്ങയെല്ലാം കൂടെ പൊടിഞ്ഞു പോയതാണ്. നമ്മളെ സത്യമായിട്ട് എന്റെ സ്ഥാനത്ത് 3 കുറ്റി പുട്ട് വേണോ? ഞാൻ 3 കുറ്റി അവിച്ചു തരാം. 3 കുറ്റിയും പക്ഷെ കഴിക്കണം. നമ്മളെല്ലേ കുറെ ചേട്ടന്മാരാണെന്ന് തോന്നുന്നു, ആണുങ്ങളാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് തിരുത്തരമ്പോ ശരിയാവുമ്മ എന്നോട് ചോദിച്ചായിരുന്നു, ഇത് എങ്ങനെയാവുമ്മ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണത്, ദേഷ്യം വരൂലേയും ചോദിച്ചു. പിന്നെ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ഷമയുടെ രഹസ്യം പറയുമെന്ന്. നമ്മളെ ക്ഷമ, എനിക്ക് നല്ല ദേഷ്യമുണ്ട്. സത്യയോടെ എനിക്ക് നല്ല ദേഷ്യം വരും. ഞാൻ നന്നായിട്ട് ഉറക്കം അലയ്ക്കും, നല്ല ദേഷ്യം കാണിക്കും, കുഞ്ഞുങ്ങളോട് ദേഷ്യം കാണിക്കും. എനിക്ക് BP കൂടി ഉള്ളതാണ്. അപ്പൊ നല്ല ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ചിലയിടത്ത്, ഇപ്പൊ ഈവൻ നന്ദപ്പനാണെങ്കിൽ പോലും, ഇപ്പൊ നന്ദപ്പന് വയ്യ. അപ്പൊ ഞാൻ അവനോട് ഒരു പരിധി കൂടുതൽ അവനോട് കിടന്ന് അലയ്ക്കാനോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യം അവനും വയ്യായികയിൽ ഇരിക്കുന്ന സമയമാണ്, അവനും BP ഉണ്ട്. അപ്പൊ അവനും ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ നോക്കുമ്പം അവനെ ടെൻഷൻ ആക്കാൻ പാടില്ല. എന്തിന് വെറുതെ ഞാൻ ദേഷ്യപ്പെട്ട് ടെൻഷൻ ആവുന്നു? അങ്ങനെ കൺട്രോൾ ചെയ്ത് പലതും ഞാൻ കൺട്രോൾ ചെയ്യും.
അതുപോലെ തന്നെ ഇവിടെ അമ്മയോട് നമ്മൾക്ക് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ ഈ അമ്മയോട് നമ്മൾ പലതും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമ്മൾ തമ്മിൽ വഴക്കൂടും. എവരെക്കാട്ടിയും വഴക്ക് ഞാനും ഈ അമ്മയും തമ്മിലാണ്. നമ്മൾ തിരുവോണം അവിട്ടമാണ്, തിരുവോണം അവിട്ടം ഒന്ന് ഊഹിച്ചു നോക്കിയാൽ എന്താണെന്നുള്ളത് ഭയങ്കര വഴക്കാ. പക്ഷെ എന്നാൽ പോലും അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞിട്ട് ഞാൻ മനസ്സിലായില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അമ്മ അത് ചെയ്യെങ്കിലും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. തിരുത്താൻ നിന്നാൽ നമ്മൾ തോറ്റുപോവേ ഉള്ളൂ, മത്സരിച്ചുകൊണ്ട് നിന്നാൽ ഞങ്ങൾ തോറ്റുപോവേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. അപ്പോ ഇങ്ങനെ അമ്മ എൻ്റെ അടുത്ത്, പിന്നെ അറിയാമല്ലോ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ആ ചോദിച്ച ചേട്ടനാണ്, ഒരാണാണ് ചോദിച്ചത്, ചേട്ടാ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇനി കാണുന്നുണ്ടെങ്കിൽ പറയാം, ഈ ക്ഷമയുടെ സൂത്രം എന്ന് പറഞ്ഞാല് ഇത് തന്നെയാണ്. കാരണം എൻ്റെ ദാമ്പത്യം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഞാനാണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളുന്ന ഒരു ഭർത്താവാണ് എനിക്കുള്ളത്. എൻ്റെ മക്കൾ എന്നെ ഉൾക്കൊള്ളുന്നു. ഈവൻ അമ്മയാണെങ്കിൽ പോലും ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഇത്രയും സൗഭാഗ്യം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഇത്തിരി താഴ്ന്നു നിന്ന് അല്ലെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളെ ദാമ്പത്യം മുന്നോട്ട് സക്സസ് ആയിട്ട് പോകും എന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമം നമുക്ക് കരഞ്ഞു തീർക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറെ മൊമെന്റ് നമുക്ക് ചിരിക്കാൻ കിട്ടുന്നും ഉണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നേ നല്ലത്. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതേ അഡ്ജസ്റ്റ്മെന്റ് എന്റെ വീഡിയോ കാണുന്ന ഓരോ ഫാമിലിയും എഫേർട്ട് എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് എ ഗുഡ് ഫാമിലി. അത് എല്ലാവർക്കും ഓരോരുത്തർക്കും കിട്ടും. നമ്മൾ എന്നെക്കാട്ടിയും ഇപ്പം ചേട്ടൻ എന്നെക്കാട്ടിയും പഠിപ്പ് കുറവാണ്, അമ്മയ്ക്ക് പഠിപ്പേ ഇല്ല, ഈ അമ്മയ്ക്ക് പഠിപ്പേ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പഠിച്ചു, നമ്മൾ ഭയങ്കര വലിയ ജോലിയാണ് അല്ലെങ്കിൽ നമ്മൾ വലിയ നിലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ഥാനത്തിന്റെ ആ ഒരു അഹങ്കാരം നമുക്ക് ചുറ്റും നമ്മളെ കാണിക്കാൻ നിന്നാൽ, അത് ഈ പറയുന്ന വീട്ടിലെന്നല്ല കേട്ടോ, നമ്മൾക്ക് അറിയുന്ന ആൾക്കാരിലാണെങ്കിൽ പോലും നമ്മൾ കാണിക്കാൻ നിന്നാൽ നമ്മളവിടെ തോറ്റു പോവത്തേ ഉള്ളൂ. നമ്മൾ എപ്പോഴും താഴെ തട്ടി നിൽക്കുക. എന്നാൽ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. അത് ഫാമിലിയിലാണെങ്കിലും നമ്മൾ പറയുന്ന ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലാണെങ്കിലും. എൻ്റെ അടുത്ത് ഇന്നലെ എനിക്ക് വിഷമം വന്നു. ഇന്നലെ അതായത് നന്ദപ്പനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ കുറച്ച് മുന്നേ നന്ദപ്പനെ ഐസിന്ന് കുറച്ച് വൈകിയാണ് വാർഡിലോട്ട് മാറ്റിയത്. കാരണം അവന് CCU യൂണിറ്റിലാണ് ഇട്ടിരുന്നത് പോലും. അപ്പം ഡോക്ടേഴ്സിന് അവനോട് ഭയങ്കര ഇഷ്ടമാണ്, കുറെ നഴ്സുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഡോക്ടർ അദ്ദേഹത്തിന്റെ പേരെ ഞാൻ പറയുന്നില്ല, നമ്മുടെ നിയർ ബൈ ആണ്, ശ്രീ ചിത്രയിലെ സർജൻ, പീഡിയാട്രിക് സർജൻ, അസോസിയേറ്റ് പ്രൊഫസറാണെന്ന് തോന്നുന്നു മാം. അവർ നമ്മളെ വീടിനടുത്താണ് താമസിക്കുന്നത്. അപ്പൊ അവരാണ് നമുക്ക് ഫുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നന്ദപ്പന് ഭയങ്കര സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ് മാഡം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതില് അവനെ താമസിച്ചാണ്, അവന് ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എക്കോ ഒക്കെ എടുത്തതിന് ശേഷമാണ് വാർഡിൽ കൊണ്ടുവന്നത്. അവിടെ നിന്ന് വാർഡിൽ കൊണ്ടുവന്നാൽ ഡിസ്ചാർജ് ചെയ്യാം, അങ്ങനെയാണ് ശ്രീചിത്രയില്. അപ്പോൾ വാർഡിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ മോനെ കിടത്തി, അവൻ ഉറങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വാട്സപ്പിൽ, ഞാൻ അങ്ങനെ ഫോണൊന്നും നോക്കാനേ സമയം കിട്ടണില്ല, വാട്സപ്പിൽ ഒരു കോള് കണ്ടിന്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എടുത്തപ്പോൾ ഒരു അമ്മ പറഞ്ഞു, ഞാൻ താഴെ ഉണ്ട്, എന്നെ എനിക്കൊന്ന് മോനെ കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ അമ്മ കയറ്റി വിടത്തില്ല, എങ്ങനെയൊക്കെ നോക്കിയാലും കയറ്റി വിടത്തില്ല, ഈ വാർഡിൽ കയറ്റത്തില്ല അമ്മ, പൈസ മാറ്റിയതേ ഉള്ളൂ, അപ്പൊ ഉറപ്പായിട്ടും കാണൂല എന്ന് പറയും. മോളെങ്കിലും ഒന്ന് വരും, എനിക്ക് മോളെ കാണുമെന്ന്. അപ്പൊ ഞാൻ അമ്മ വരാൻ പറ്റില്ല, മോനെ ICU വാടി കൊണ്ടുവന്നതേ ഉള്ളൂ, കുറച്ച് സമയം ഞാൻ അവരുടെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് അറിയണ്ട, അങ്ങനെ എന്തോ മാം പറഞ്ഞിട്ട് ഞാൻ താഴെ ഉണ്ട്, എനിക്കിപ്പോ കാണണം, ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വിഷമവും തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അപ്പുറത്തെ സിസ്റ്ററോടും അപ്പുറത്തെ ബെഡിലെ മോന്റെ സർജറി കൂടെ ആദ്യമേ നമ്മളുണ്ടായിരുന്ന അമ്മയുണ്ട്, അമ്മയുടെ അമ്മ ഞാൻ ഇതാ വരുന്നു താഴെ, അമ്മയല്ല സോറി, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളും കേശവാസുരത്തുള്ളതാണ്. അവളുടെ കുഞ്ഞിന് 3 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ ദാ വരുന്നു നോക്കിയ ഒരു ആരോ വന്ന് നിപ്പുണ്ടെന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി. ലിഫ്റ്റ് നോക്കിയപ്പോൾ ലിഫ്റ്റിൽ ഫുള്ള് ആൾക്കാർ വരുന്ന OP ടൈം അല്ലേ. നേരെ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ചെന്നപ്പോ ഉണ്ട്, അയ്യോ എനിക്ക് സങ്കടം വന്നു. അമ്മ കാലിൽ ഫ്രാക്ചർ മാറ്റിയിട്ട് ബാൻഡേഡ്, ആ ഫ്രാക്ചർ മാറ്റുന്ന ആ പാടുകൾ അറിയാമല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ബാൻഡേജുമായിട്ട് നിൽക്കുകയാണ്. കാര്യം സെക്യൂരിറ്റി അടുത്ത് കയറ്റി വിടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ വന്നേ? അതെനിക്ക് കാണണമായിരുന്നു, ഞാൻ എന്തായാലും ഇവിടെ വന്നു, അപ്പൊ എനിക്ക് മോളെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ, കൊച്ചിന്റെ കാര്യമാണ് അമ്മ, കൊച്ചിന്റെ കാര്യം അറിയാണ്ട് എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് സങ്കടം വന്നു കേട്ടോ. ഞാനങ്ങനെ അപ്പം അവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്കും എന്നെ അറിയുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും നോക്കുന്നുണ്ട്, അല്ലെ ആരോ ഒരാൾ അതുകൊണ്ട് ഊമ പോണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കേൾക്കാം, കാര്യം അത്രയും തിരക്കുണ്ട് അവിടെ. അപ്പൊ ആ അമ്മയോട് ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച, അമ്മ എന്തിനിങ്ങനെ വന്നാൽ അതെനിക്ക് പറ്റിയില്ല, മോനുണ്ട്, അതാണ് അതിലും വലിയ ഇത്. ആ അമ്മയുടെ മോൻ അമ്മയ്ക്ക് സപ്പോർട്ടീവാണ്, എനിക്കിത് ഇഷ്ടമാണ്. നിങ്ങളിലും ഇത് കാണുന്ന മക്കളുണ്ടെങ്കിൽ നമ്മളെ പാരന്റ്സിന്റെ എല്ലാ ഇഷ്ടത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, മനുഷ്യത്വം കാണിക്കുന്നതല്ലേ. ആ മോൻ ആ ഫ്രാക്ചർ, ഇപ്പൊ ഇവൻ ഞാനാണെങ്കിൽ പോലും എന്റെ നന്ദപ്പ എന്നെ സമ്മതിക്കില്ല, അമ്മയ്ക്ക് വേറെ വേലയില്ലേ അമ്മ, ഇപ്പൊ തന്നെ അവൻ ചോദിക്കണുണ്ട്. ഇത്രയും മെച്ചൂർഡ് ആയിട്ടുള്ള അവൻ പോലും ചോദിക്കും, അമ്മ ഇങ്ങോട്ട് വന്നാണ്, അമ്മ ഇനി വയ്യൊക്കെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ഇങ്ങോട്ട്, നമുക്ക് വയ്യാന്നുള്ള കാര്യം അറിയത്തില്ലേ എന്ന് പറഞ്ഞ് വഴക്കുറയുന്ന മോനാണ് അവൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ആ അമ്മ ആ പരുവത്തിൽ ആ മോൻ കൊണ്ടുവന്ന്
കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അമ്മയോട് ഞാൻ കണ്ടു, സംസാരിച്ചു, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ് അമ്മ പോയത്. എന്നിട്ടുള്ളപ്പോൾ മോളെ ഞാൻ വിളിക്കണം, ഞാൻ പറയാം അമ്മ ഞാൻ വിളിക്കാം, നിങ്ങൾ പോകണം, അവൻ ഓക്കെയാണ്, സമാധാനപരമായിട്ടായിട്ടുണ്ട്, സമാധാനത്തോടെ അവൻ ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ ആശുപത്രിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പേരും നന്ദപ്പന്റെ വിശേഷം ചോദിച്ചു. പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരണേ, ഞാനിപ്പോ ഇങ്ങനെ അല്ല, ഇങ്ങനെ അവരോട് സ്പെൻഡ് ചെയ്യുന്ന ആളല്ല, ഒരു കാഷ്വൽ സാധാ മൈൻഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ? ഇല്ല. എല്ലാവരും പറയും അവിടെ ഭയങ്കര അഹങ്കാരമാണ്, അങ്ങനെ ആദ്യം പറഞ്ഞവരുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ സാധാരണക്കാരായി നമ്മളെ ചുറ്റും നിൽക്കുന്നവർ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുക. നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിച്ചു നോക്കിയേ, ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാവും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലാത്തതാ, പെൺകുട്ടി ആൺകുട്ടി ഒന്നുമില്ല, എല്ലാ പിള്ളേർക്കും ഇല്ലാത്ത ആ സാധനം ഇവിടെ ഞങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകണം. ഇപ്പൊ തന്നെ കേട്ടില്ലേ, എന്റെ സ്ഥാനത്ത് വേറെ ആർക്കാണെങ്കിലും ദേഷ്യം വരും. മനുഷ്യർക്ക് അങ്ങനെയാണ് ദേഷ്യം വരും. എന്തിന് ചേട്ടന് ദേഷ്യം വരും? ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ തിന്നേലേ ഉള്ളൂ എന്ന് ദേഷ്യപ്പെടും. ഇപ്പൊ ചേട്ടൻ ദേഷ്യപ്പെടില്ല. ചേട്ടാ കാര്യം ചേട്ടൻ നോക്കിയപ്പം മരുമോൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മോനെ എനിക്ക് അഡ്ജസ്റ്റ് കൂടെ എന്നുള്ളൊരു മെന്റാലിറ്റി ചേട്ടന് വന്നു തുടങ്ങി. അതിപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ ഇടയ്ക്ക് ചേട്ടൻ എന്തോ പറഞ്ഞതിന് ആരൊക്കെ കുറേ ചേട്ടൻ നെഗറ്റീവ് പറഞ്ഞു കേട്ടോ. അതായത് അമ്മ മരിച്ചിട്ട് അമ്മാമ്മ, അതിപ്പോ ഇതിൽ പറയണമെന്ന് എനിക്ക് തോന്നി. അമ്മ മരിച്ചിട്ട് അമ്മാമ്മ കിടന്നിരുന്നെങ്കിലും എന്ന് പറഞ്ഞതിന് ഒരുപാട് പേര് ചേട്ടനെ ചീത്ത പറഞ്ഞു. കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. കാര്യം എന്താണ് സുധീഷ്ണൻ എന്ന് ഈ ഏരിയ മുഴുവൻ അറിയാം. അതായത് നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എല്ലാരും നമ്മുടെ ചുറ്റും നിൽക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, സുധീഷ്ണ നീ ആയതുകൊണ്ടാണ് ശോഭൻ എന്ന് ജീവനോട് കിടക്കുന്നത്. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് മക്കളായിരുന്നെങ്കിലും ശോഭൻ എങ്ങനെ കാണില്ലായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും നല്ല ആക്റ്റീവായിട്ടും നല്ല ആരോഗ്യവരായിട്ടും ഒന്നും വയ്യ, ഒരു ഫിക്സ് തന്നെ നേരെ എടുത്തോണ്ട് പോകും ആശുപത്രിയിൽ. അമ്മയ്ക്ക് മരുന്ന് കൊടുത്താൽ മാറും, ഏത് മരുന്ന് കൊടുത്താൽ കുറയുന്നു നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി നന്നായിട്ട് പൊന്നുപോലെ നോക്കണില്ലേ. പിന്നെ നമ്മൾ ഓരോ വായിന്നൊരു വാക്ക് വീഴുന്നു എന്ന് കരുതിയിട്ട് അവരുടെ മനസ്സിൽ എന്തുമാത്രം ശത്രുതയുണ്ടോ സ്നേഹക്കൂടുതലുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു വാക്ക് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരാളുടെ ആത്മബന്ധത്തെയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോടുള്ള സ്നേഹത്തെ ആരും അളക്കരുത്. എല്ലാവരും ഇല്ല, കുറച്ച് പേര് അളന്നു, കുറേ ചീത്ത പറഞ്ഞു, നല്ല കമന്റ് ഇട്ടിരുന്നവർ പോലും നെഗറ്റീവ് കമന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ വാക്കുകൾ അതിര് മുറിച്ച് സംസാരിക്കാനെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ മനസ്സിൽ വരുന്ന അങ്ങ് പറയും, അത് നിങ്ങൾ ഉൾക്കൊള്ളും എന്നെ ഒരു വിശ്വാസം. അതിൽ നെഗറ്റീവ് വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം തെറിയൊന്നും പറയാൻ നിൽക്കണ്ട, അത് പറയാ, നമുക്ക് മനസ്സിലാവും. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം കൊണ്ട് തന്നെയാണ് പറയണ. ചേട്ടൻ അങ്ങനെ കാര്യം പറഞ്ഞു എന്ന് എഴുതിയിട്ട് അമ്മ ഇഷ്ടമില്ലെന്നാണോ? അങ്ങനെ ഇഷ്ടമില്ല, ചേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനിങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ മനുഷ്യൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പകയും വിദ്വേഷമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, അമ്മ അങ്ങനെയാണോ എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും കരുതലോട് കൂടി ഞാൻ ഇവിടെ ഇരിക്കില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇനി ഇത്രയും പറഞ്ഞതിന് ആരും പറഞ്ഞതല്ലേ, പറഞ്ഞു വരുന്നത് ഇതാണ്. കുറച്ചു നേരം ചായ കുടിക്കാൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ഇനിയിപ്പോ ഇതും കൂടെ വൃത്തിയാക്കിയിട്ട് ഫൈനൽ ഒരു വീഡിയോ ഇട്ടിട്ട് നിർത്താവേ, സമയമില്ല, അതാ മണി ഉച്ചയായി, ഇനി ചോറ് കഴിക്കാനുള്ള സമയമായി, എണീക്കിട്ട് ജോലിയുണ്ട്. അമ്മ ബാബാ നമുക്ക് ബാക്കി തുടങ്ങാം. തേങ്ങ ഇവിടെ തന്നെ ഇട്ടിരിക്കണോ അതേ മാറ്റണോ? അങ്ങനെ നമ്മുടെ പറമ്പ് വൃത്തിയായിട്ടുണ്ടേ. കെട്ടിയോൻ ബുസി, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കാമെന്ന്. വേണ്ട, ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഇവിടെ ഒരു ടാർപ്പയുണ്ടായിരുന്നു, പുള്ളി ഇതായിരുന്നു, മൊത്തത്തിൽ മാറ്റി. പറഞ്ഞ് മനസ്സിലാക്കി ഞാനും മറന്നു പോയില്ല എങ്ങനെയാണ് ഇരുന്നതെന്ന്. ഇനി ഇതേണ്ടോ നമ്മുടെ ചായ്പ്. ഓ ആ ഇതൊക്കെ വരുവാടാ. വേണ്ട, മൊത്തത്തിൽ മാറിപ്പോയി. പിന്നെ വേണ്ടോ ഇവിടെ ഒതുക്കി, ഇവിടെ വേണ്ടോ തെങ്ങിനൊരു തടമൊക്കെ പിടിച്ച്, പിന്നെ വേണ്ട വർക്ക് ഏരിയ ഫുള്ള് അടുക്കി പറക്കി. വർക്ക് ഏരിയയിലല്ലോ ചായ്പ്. ഇനി ഇവിടെ കുറച്ച് പരിപാടിയുണ്ടേ, അതെന്താണെന്ന് വഴിയെ ഞാൻ കാണിച്ചു തരാം. അത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, കാണിച്ചു തരാം. അയ്യോ അങ്ങനെ കളന്നു. ഇനി കുളിജപം, ഇന്നത്തെ പരിപാടി കഴിഞ്ഞതേ മണി 4-4:30 ഇനി കുളിച്ച് ചായയൊക്കെ ഇട്ട് ചോറൊക്കെ തിന്നണം. ഓക്കെ, അപ്പോൾ അടുത്ത് കാണാം. അതുവരേക്കും ടാറ്റ. നമ്മുടെ ഷോബൂസിനെ കണ്ടില്ലല്ലോ, ബാക്കി എല്ലാവരെയും കണ്ടില്ലേ? ഷോബൂസിനെ കൂടെ കാണിച്ചു തരാം. ഒരു സൈഡിലുണ്ട്, ചവറുറക്ക ജോലിയില്ല. നിങ്ങളെ കണ്ടില്ലെന്ന്, അതുകൊണ്ട് കാണാമെന്ന. ആര് കൊച്ചാ? ആ ഞാൻ എടുക്കാം, ചട്ടി കൂട്ടി. എന്തിനാണ് ചവറ് പറക്കണോ? പറക്ക് ചവറ് പറക്കിട്ട് പോയി കുളിച്ചിട്ട് പോയേ. മണി 5 ആവണ്. നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ. അപ്പോഴത്തേക്കും
അപ്പം അടുത്ത് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ഭയങ്കര കുറവാണ്. എൻ്റെ കുഞ്ഞി പറഞ്ഞപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണത് കുറവാന്നുള്ളത്